യെരൂശലേമിൽ ഇരുന്ന് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോ ആദ്യം എവിടെ? യെരൂശലേമിൽ വെളിപ്പെടണം. അതിനുശേഷം യഹൂദയില്, ശമര്യയില്, ഭൂമിയുടെ അറ്റത്തോളം. അപ്പൊ നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാപിച്ചത്? യെരൂശലേമിൽ നിന്ന് പ്രാപിച്ചത്. നമ്മൾ ഈ ഇളകി ഇളകി നടക്കുമ്പോ ഓർത്തോണം, ഈ അനുഭവം മാറിപ്പോകും. എവിടെ ഇരുന്ന് വാഗ്ദത്തത്തിൽ പ്രവേശിക്കണം? ഇവർ എവിടെ ഇരുന്ന് പ്രാപിച്ചു? യെരൂശലേമിൽ. എവിടെ നിങ്ങളുടെ മേൽ ഒരു ശബ്ദം നിങ്ങളുടെ മേൽ വീഴുന്നു, ഒരു അഭിഷിക്തന്റെ കൈക്കിടി. അതിനുശേഷം വാഗ്ദത്തം മറ്റൊരിടത്തുനിന്ന് വെളിപ്പെടുക. മറ്റൊരു വാഗ്ദത്തം നമ്മുടെ മേൽ വന്നു. ഈ വാഗ്ദത്തത്തിന് വേണ്ടി ആര് നിലനിൽക്കണം? നമ്മൾ നിലനിൽക്കണം. ആ വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് കൊടുക്കണം? ഇടം കൊടുക്കണം. ഈ വാഗ്ദത്തം എന്റെ മേൽ ഉണ്ട് എന്ന് എന്റെ അകത്ത് ബോധ്യം വന്നാൽ ഞാൻ അതിന് വില കൊടുത്ത് നിൽക്കുന്നവനായി മാറണം. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഒരു പ്രവചനം വന്നു, ആ പ്രവചനം നിന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് വരിക. നീ വിശ്വസ്തനെന്ന് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. ദൈവസന്നിധിയിൽ നിങ്ങളോടൊരു ദൂത് വരുന്നുണ്ടെങ്കിൽ, ആ പ്രവചന ശബ്ദം വരുന്നുണ്ടെങ്കിൽ, അതിന്റെ മുകളിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇവരെ നോക്കിക്കോണെങ്കിൽ വാങ്ങിപ്പോകാതെ അമ്മി പിതാവിനോട് കേട്ട് വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. അമ്മി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എല്ലാവരും ഇവരെവിടെ ഇരുന്നു? യെരൂശലേമിൽ ഇരുന്നു, വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. വാഗ്ദത്തം വന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇവരോട് വാക്ക് യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കപ്പെടും. അതിനുശേഷം ഇവർ 4-ാമത്തെ വാക്യത്തിൽ വന്ന് പറയുന്നു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ, എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത്. 11-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, അവിടെ കൂടിയിരുന്ന ജനത്തിനോട് പറയുക, കൂടിയിരുന്ന ജനത്തിന്റെ ഭാഷകളിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോ അടയാളത്തോടുകൂടി ദൈവം പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ദൈവികമായ വാഗ്ദത്തത്തെ അറിഞ്ഞ് അവർ പറയുന്നു, ഇവർ പറയുന്ന ഭാഷകൾ നമ്മുടെ ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നു. പത്രോസ് അവിടെ നിന്ന് പറയും, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ അവന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞില്ലേ? ഈ ആത്മാവ് ആരുടെ മേൽ വന്നു കഴിഞ്ഞു? ഞങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞു. ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അടുത്തത് പ്രവൃത്തിയിലേക്ക് വരാൻ പോകും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് പകല് നിങ്ങളുടെ അകത്തുള്ള, ഞാൻ ഇവിടെ മുതൽ വചനം തുടങ്ങാൻ പോകുന്നത്, ഞാൻ അത് തുടങ്ങി വെച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അകത്ത് വ്യക്തമായ ദൈവം നിങ്ങളോട് പറഞ്ഞു വെച്ച വാഗ്ദത്തങ്ങൾ റിലീസ് ആവുമെന്നും ഇല്ലെന്നോ? ദൈവം നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളോട് ദൈവം പറഞ്ഞത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് പറയുന്ന കാര്യം കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തിനകത്ത് ഇത് ധൈര്യത്തോടെ പറയും, നിങ്ങളോടോ നിങ്ങളുടെ തലമുറകളോടോ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേൽ വെളിപ്പെടുമെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. അതിനിടയിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും അതിനപ്പുറം ദൈവം ചില പോക്കുവഴികളെ ഒരുക്കുമെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ പൗലോസിലേക്ക് വരുമ്പോൾ, പൗലോസിനെ കാണുമ്പോൾ, പൗലോസിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ അനേക വാഗ്ദത്തങ്ങളിൽ കൂടെ കൊണ്ടുവരുന്നത്. ഞാനിത് പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ കാരണം അവൻ ചില കഷ്ടതയിൽ കൂടെയും ചില പരിഹാസത്തിൽ കൂടെയും ചില പ്രതിസന്ധികളിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നാലും നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേൽ ലഭിക്കപ്പെടും. നിന്നോട് നിന്റെ തലമുറയോട് ദൈവം പറഞ്ഞു വെച്ചത് സംഭവിക്കുമെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈ മെസ്സേജ് രണ്ട് കുടുംബങ്ങൾ ഒരുപോലെ അത്ഭുതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിനകത്ത് അവൻ കണ്ട് അത്ഭുതങ്ങളിലേക്ക് ദൈവം അവരെ മാറ്റുക. അവയുടെ പ്രവചന ശബ്ദത്തിനകത്ത് വിളിച്ചു പറയാം, അവൻ അവരുടെ പരീക്ഷയുടെ കാലഘട്ടം കഴിഞ്ഞു, അവരുടെ വിടുതലിന്റെ കാലഘട്ടം വരാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ അത് വ്യാപരിച്ചു തുടങ്ങുന്നതിനാ. അത് സ്തോത്രം ചെയ്യുക. ദൈവം ചില പ്രവൃത്തികളുമായി ഇന്ന് പകരം ദൈവം നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിന്റെ പേര്, നിന്റെ തലമുറയുടെ പേര് അത് വരുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർ
ചെയ്യുക. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് കാണുന്ന കഷ്ടതയ്ക്കപ്പുറം സ്വർഗത്തിലെ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം. ഇന്ന് പകല് നിങ്ങളെ അകത്തറിഞ്ഞ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ഒരു വാഗ്ദത്തം വെളിപ്പെട്ടെന്ന് പറയുന്നവർക്ക് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. നിങ്ങളെ ഒന്നാമത് ഞാൻ പറഞ്ഞു, എവിടെ നിൽക്കണം ഈ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്? ഹൃദയമിരിക്കണം. ഇവിടുത്തെ ഒരു പ്രവചനം കേട്ടാൽ ഇവിടെ കാണണം. പിടിക്കട്ടെന്നവർക്കായി കർത്താവിനെ സ്തോത്രം. ഈ ഇവിടെ നിന്നുകൊണ്ട് ഒരു സഭയ്ക്കകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നില്ലെങ്കിൽ പിന്നില്ല. ദിവസം തിരിച്ചു പറയുന്നത് എനിക്ക് വിഷയമല്ല. ലഭിക്കപ്പെടണമെന്ന് വരികിൽ യെരൂശലേമിൽ ഇരുന്നേ മതിയാകുന്നു. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് എനിക്ക് കർത്താവിനെ സ്തോത്രം ചെയ്തു. കാരണം ഇത് പുറകെടുത്ത അനുഭവം ഞാൻ ഈ പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് ഇന്ന് വരെ ഒരു റിലീസ് നടന്നു. ഇതിനകത്ത് നടന്നു, പുറത്തൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ അകത്തറിയണം, ദൈവം ഒരു വാഗ്ദത്തം ഇടുമ്പോൾ അത് നടപ്പാക്കുവാൻ വേണ്ടി തന്നെയാണ്. അതിനകത്ത് നിന്നോട് നോക്കണം. ചില കഷ്ടതയിൽ കൂടെ പോയാലും കണ്ണുനീരിൽ കൂടെ പോയാലും അവിടെയെല്ലാം ദൈവത്തിന്റെ സംരക്ഷണം വരും. എത്ര പേര് അമ്മയും പറയുന്നുണ്ട്? ഇന്ന് പകലോർത്തോ ചില കഷ്ടതയിൽ കൂടെ നീന്ന് പോകുന്നുണ്ടെങ്കിലും ചില നിന്നയിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ വ്യക്തമായ സംരക്ഷണം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. വെളിപ്പെടുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് ചില പ്രതിസന്ധി കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നാലും ഇന്ന് പകൽ പറഞ്ഞു വായ്പ കിടക്കുന്നതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുക. ചില പ്രതിസന്ധി കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ചില കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും അപ്പഴ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞോളാം, എന്റെ പേര് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. അപ്പറയുന്നവരുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള ഒരുവനെ ഞാൻ കൊണ്ടുവരാൻ പോവുക. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. 28-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. രക്ഷപ്പെട്ട ശേഷം മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടെ ബർബരന്മാർ അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം ഞങ്ങളെയൊക്കെ കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി കൈക്ക് പറ്റി. ആ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല. നീതിദേവത അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. 5-ാമത്തെ വാക്യം. പൗലോസ് കയ്യിൽ അടിച്ചു തൂങ്ങിയ അണലിയെ തീ കുടഞ്ഞു കളഞ്ഞു. പൗലോസിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് നിങ്ങളുടെ അകത്ത് നോക്കണം. ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ് എനിക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ പൗലോസ് രക്ഷപ്പെട്ട ശേഷം, പരീക്ഷ കാലഘട്ടം നോക്കണം, രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഗ്രഹിച്ചു. 2-ാമത്തെ വാക്യം പറയും, അവിടുത്തെ അപ്പൊ ഈ ബർബരന്മാര് ഒരിക്കലും ഇവരെന്ത് ചെയ്യത്തില്ല. ഇവര് ദയ കാണിക്കുന്നവരാണ്. അല്ലെങ്കിൽ ദയ എഴുതുന്നല്ലോ, അവരൊരിക്കലും ദയ കാണിക്കുന്നവരല്ല. പക്ഷെ ഇവരോട് പൗലോസിനോട് അസാധാരണമായ, അപ്പൊ ഇവരങ്ങനെ ചെയ്യുന്നവരാണെന്നോ അല്ലെന്നോ? ഇവർ ഒരിക്കലും നിങ്ങളുടെ അകത്ത് നല്ലവണ്ണം ഇത് കൂറിയിട്ടോണം. ഒരിക്കലും ഇവര് അനുകമ്പയുള്ളവരല്ല. പക്ഷെ ഇവരോട് അനുകമ്പ കാണിക്കുക. എന്താ കാര്യം ഞാൻ പറയാൻ വരുന്നത്? മഴയും ശീതവും നിമിത്തം തീ കൂട്ടി. അവർ തീ കൂട്ടി ഞങ്ങളെ അവർ കൈകൊണ്ടു. എന്നിട്ട് പൗലോസ് തീയിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം അവന്റെ കൈക്ക് പറ്റി. അവിടെ നിന്നെ ആളുകളെല്ലാം കണ്ടു. എന്താ സംഭവിക്കുക? പൗലോസിന്റെ കയ്യില് അണലി കടിച്ചു തൂങ്ങി. പൗലോസ് ഇതിനെ കുടഞ്ഞ് തീയിലേക്ക് കളഞ്ഞു. അവിടെ നിന്നവര് പറഞ്ഞു, നീതി ദേവത ഇവനോട് കോപിച്ചിട്ട് ഇവൻ ആരാന്ന് പറയാം? കുലപാതകൻ. അവിടെ നിന്നോട് നിങ്ങളുടെ അകത്തറിയണം, കുലപാതകൻ എന്ന് പറയുന്നതിനേക്കാൾ കാരണം ഒരു വാഗ്ദത്തത്തിന്റെ ഉടമയാണ് പൗലോസ്. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുമെന്ന് അറിയത്തില്ല. ഇന്ന് പകൽ നിങ്ങൾ അറിഞ്ഞോ, പ്രതിസന്ധി
പ്രതിസന്ധികളിൽ കൂടെ മുഴുവൻ പൗലോസ് നടന്നു പോകുമ്പോഴും ദാവീദ് ഇന്ന് പകലിൽ അറിയാം, അവൻ ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളവനത്രേ പൗലോസ്. അസാധാരണമായി അവർ ദയ കാണിക്കുവാൻ ഇടയായതിന്റെ കാരണം വാഗ്ദത്തം ഉള്ളവനായതുകൊണ്ട്. എത്ര പേര് അമ്മ പറയുന്നുണ്ട്? അവൻ പൗലോസിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് പൗലോസിനോട് അവർ അസാധാരണമായി ദയ കാണിക്കുന്നു. രണ്ടാമത് അവന്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയ അണലിയെ അവർ ഉടച്ചു കളയുന്നു. അത് തീയിലേക്ക് വീഴപ്പെടുന്നു. തീയിലേക്ക് വീഴപ്പെടുമ്പോൾ ആ ജന്തു ചത്തുപോയി. അതിനൊന്നും സംഭവിച്ചില്ല. 27-ാം അധ്യായം 1-ാമത്തെ വാക്യം, 27-ന്റെ 2 വാക്യം പെട്ടെന്ന് വാക്യം എന്നിട്ട് കയറി വരും. ഞങ്ങൾ കപ്പൽ കയറി ഇവിടെ നോക്കണം. ഇവിടെ പൗലോസിനെ എല്ലാം എന്നെടുത്തിരിക്കുക, പടയാളിയെ കൊണ്ടുവന്ന് അവരെ കപ്പലിലാക്കിയിരിക്കുക. 23-ാം അധ്യായത്തെ 11-ാമത്തെ വാക്യം, 23-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം വായിച്ചു. രാത്രിയിൽ കർത്താവ് അടുക്കൽ വന്ന് ധൈര്യമായിരിക്കുക. 12-ാമത്തെ വാക്യവും നേരം വെളുത്തപ്പോൾ ഇവിടെ നിങ്ങളുടെ അകത്ത് നടക്കുമ്പോൾ ചിന്തിച്ചോണേ. ഒന്ന്, രാത്രിയുടെ യാമത്തിൽ പൗലോസിന്റെ അരികിൽ രാത്രി കർത്താവിന്റെ അടുക്കൽ വന്നു. കർത്താവ് അടുക്കൽ വന്നിട്ട് പറയുക, നീ ധൈര്യമായി ഇരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും സാക്ഷീകരിക്കേണ്ടവനാ. ഇന്ന് പകൽ ഓർക്കണം, ദൈവത്തിന്റെ തിരിച്ചറിഞ്ഞോണം. ദൈവം നിന്റെ മേൽ ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വരുന്ന വിഷയങ്ങളെ നീ കാണണ്ട. ഇന്ന് പകല് അതിനിടയിൽ വരുന്ന വിഷയത്തിന്റെ വിഷയമല്ല, അത് സ്വർഗ്ഗം പറയുന്നവർക്കായി സ്വതന്ത്ര ചെയ്യുക. അവ ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനകത്ത് തിരിച്ചറിഞ്ഞ് അവ ഇന്ന് പകലിൽ അകത്തളത്തിലേക്ക് നോക്കണം. രാത്രിയുടെ യാമത്തിൽ കർത്താവിന്റെ അടുക്കൽ വന്നു. ധൈര്യമായിരിക്കാം. ഇവന്റെ അകത്തൊരു ഭയം തോന്നി. കാരണം ഇവനെതിരെ യൂദന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. അവ അപകടം സംഭവിക്കാൻ പോകുന്ന ബോധ്യം വന്നപ്പോ അകത്ത് ദൈവത്തിന്റെ ധൈര്യമായിരിക്കുക. നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ എവിടെ പ്രസംഗിച്ച? ആദ്യം വാഗ്ദത്തം എവിടെ പ്രസംഗിക്കപ്പെട്ടു? യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്റെ പിതാവിനോടുകൂടി വാഗ്ദത്തത്തിനെ കാത്തിരുന്നവൻ, യെരൂശലേമിൽ ശുശ്രൂഷ കഴിഞ്ഞവൻ അടുത്ത തലത്തിൽ ദൈവത്തിനെ ഉപയോഗിക്കാൻ പോവുക. എത്ര വിരാമയും പറഞ്ഞ് ഏറ്റെടുക്കുക. നിന്റെ ശുശ്രൂഷയുടെ, നിന്റെ ജീവിതത്തിന്റെ അടുത്ത തലം തുറക്കാൻ പോവാന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്വതന്ത്രം ചെയ്യുക. അടുത്ത വഴി നിനക്കായി ദൈവത്തമ്മനെ തുറക്കാൻ പോവുക. ചില പ്രതിസന്ധിക്കകത്തൂടെ നീ കടക്കേണ്ടി വന്നാൽ, ചില അത്ഭുതങ്ങളിലേക്ക് ദൈവത്തിനെ മാറ്റാൻ പോകുന്ന പറയുന്നവർക്ക് കർത്താവിനെ സ്വതന്ത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് പറഞ്ഞ് രാത്രിയുടെ യാമത്തിൽ ദൈവത്തിന്റെ കർത്താവ് അവന്റെ അടുക്കൽ വന്നവന് ധൈര്യമായിരിക്കാം. നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കണം. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം ആരുടെ മേൽ വന്നു കഴിഞ്ഞു? എന്റെ കൂടെ വന്നേ നിങ്ങൾ നല്ലത് പിടികിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇച്ചിരി കട്ടിയാ. യഹോവയായ ദൈവം ഇവിടെ പറഞ്ഞു പറ്റും. ദൈവം പറയും, യേശു കർത്താവ് പറയുവാണ്, എന്താ പറഞ്ഞേ? നീ എന്നെ യെരൂശലേമിൽ സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ റോമയിലേക്കും നിന്നെ സാക്ഷീകരിക്കാൻ നിന്നെ ഞാൻ അയക്കാൻ പോവുക. 12-ാമത്തെ വാക്യം പറയുന്നു, നേരം വെളുത്തപ്പോൾ ഞങ്ങൾ ഇവനെ കൊന്നുകളയും. ഇല്ല, കൊന്നില്ലെങ്കിൽ അവൻ ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കത്തില്ലെന്ന് പറയുന്നു. പക്ഷെ തലേ രാത്രി അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഒരു വാഗ്ദത്തം ചെയ്തെങ്കിൽ ഇന്ന് പകല് നിനക്ക് എഴുതി വെച്ചോ. നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വരുന്ന കാറ്റിനേക്കാളും കോളിനേക്കാളും പ്രതിസന്ധികളെക്കാളും അപ്പുറം പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്വതന്ത്രം ചെയ്യുന്നു. എത്ര വലിയ പ്രതിസന്ധി കൂടെ കടന്നുപോയാലും എത്ര വിരാമികൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അറിയണം, നിന്നോട് റോമയിൽ ഒരു ശുശ്രൂഷ നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വരുന്ന മുഴുവനും നീ വഴിമാറി മറുപടി പറയുന്നവർക്ക് കർത്താവിനെ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അറിയണം, പൗലോസ് യാത്ര ചെയ്യുന്ന കപ്പലിനെ നോക്കണം. 27-ാം അധ്യായത്തിലാണ് എന്ത് പൗലോസിന്റെ മേൽ വന്നിട്ടുണ്ട്. 23-ാം അധ്യായത്തിനകത്ത് പറയുന്നു, റോമയിൽ നിന്നെ എന്നെ സാക്ഷീകരിക്കുന്നവനാ.
ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മേൽ വന്ന് ചേരുമെന്ന് പറയുന്നവർക്ക് ഞങ്ങൾ അവരെ സ്വന്തം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട് അതിനെതിരായി വരുന്ന ഏത് എത്ര പേര് അമ്മി പറഞ്ഞ് വിശ്വാസത്തോടെ വിളിച്ചു ഇന്ന് പകലിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ഇന്ന് ചില ഭവനങ്ങൾക്കകത്ത് വിടുതൽ വരാൻ പോകുക. ഇന്ന് ചില ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർ അത്ഭുതത്തിന്റെ വാതിലുകൾ ദൈവം തമ്പുരാൻ തുറക്കുകയാണ്. പൗലോസ് കപ്പൽ യാത്ര ചെയ്യുക. ഇവിടെല്ലാം നിങ്ങൾ നോക്കണം, പൗലോസിന്റെ മേൽ അവൻ ആരുടെ ശബ്ദം കേട്ട് നിൽക്കുകയാ? കർത്താവ് പറഞ്ഞ് നിന്നെ അവിടെ പ്രസവിപ്പിക്കും, റോമയില്. പക്ഷെ ഇവിടെ ഒരു മറ്റേ ആൾക്കാർ പറയുന്നു നേരം എടുക്കുന്നതിന് മുമ്പ് നിന്നെ തകർത്ത് കളയും. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളവർക്ക് ഞങ്ങൾ അവരെ സ്വോത്രം ചെയ്യുന്നു. പലരും നിന്നെ കുറിച്ച് ദേശം പ്രവചിക്കുമ്പോ ദൈവം പറഞ്ഞ പ്രവചനം വിശ്വസിക്കാൻ റെഡിയാകാൻ മതി. ദൈവം പറഞ്ഞ വാഗ്ദത്തം റെഡിയാകാൻ മതി. പലരും അവിടെ ഇവിടെ നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ചോ നിന്നെ കുറിച്ച് ചിലത് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ അവരവിടെ പറയുമ്പോ നിന്റെ അകത്ത് വേണം എന്നെ കുറിച്ച് സ്വർഗം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ട് ആ വീട് പകൽക്കാലം പറഞ്ഞ മനുഷ്യൻ എന്നെ കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പോകുന്ന അധികം പോകത്തില്ല, എന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടത്തില്ല. നാട്ടുകാർ പറയുമ്പോ സ്വർഗം നിന്നോട് പറയുന്നുണ്ട് നീ വായ്പ വാങ്ങുന്നവരല്ല, നീ വായ്പ കൊടുക്കുന്നവനാണെങ്കിൽ നീ വാലല്ല തലയാവുന്ന നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് സ്വർഗത്തിൽ ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം അത് ദൈവം ചില പ്രവൃത്തികളെ ചെയ്യുന്നത്. ഓ ഇന്ന് പകൽക്കാലം പറഞ്ഞേ അബ്രഹാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് അബ്രഹാമേ ഇത് മച്ചിയുടെ ഭർത്താവ്. സ്വർഗാവിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നു നീ ബഹുജാതികൾക്ക് പിതാവാ. ഇന്ന് വാഗ്ദത്തം വന്നവർ ഏറ്റെടുത്തു, ഇന്ന് വാഗ്ദത്തം വരുന്നവർ ഏറ്റെടുത്ത് ഇന്ന് സ്വർഗം പറഞ്ഞത് നിനക്ക് സംഭവിക്കുന്നത്, സ്വർഗം പറഞ്ഞത് നിന്റെ ഭവനത്തിൽ വരുമെന്ന്, വാഗ്ദത്തം നിന്റെ മേൽ വരുമെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്വന്തം ചെയ്യുക. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ മട്ടിൽ സ്വർഗത്തിലെ ദൈവം വന്നിട്ട് പൗലോസിനോട് പറയുക, ആമേൻ. പൗലോസിനോട് പറയാം, പൗലോസേ നീ യെരൂശലേമിൽ എന്നെ പറഞ്ഞതുപോലെ തന്നെ നിന്നെ കൊണ്ട് ഞാൻ റോമയിൽ പ്രസംഗിപ്പിക്കും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാറുണ്ട്? ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് അവൻ നേശക്കാര് പറയുന്നതിലല്ല നീ ഊന്നൽ കൊടുക്കേണ്ടത്, എന്നോട് സ്വർഗം പറഞ്ഞതിനകത്ത് ഇന്ന് പകൽ ആദ്യമായി പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തോട് ആമേനിന്റെ വാഗ്ദത്തത്തിനെതിരായി പോരാടുന്ന ചില ശക്തികളുണ്ടെങ്കിൽ അതിനെ ജയിപ്പിക്കുന്ന ദൈവ കൃപയിൽ നിന്റെ പേര് വരും. എത്ര പേര് ആമേൻ പറഞ്ഞ് വിശ്വാസത്തോടെ ഏറ്റെടുക്കും? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവന് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയല്ല, വിശ്വാസത്തെ നിങ്ങൾ ഉറയ്ക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ 27-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഇന്ന് പകല് നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നോ? നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നോ? അങ്ങനെയുള്ള ധൈര്യത്തോടെ പറഞ്ഞു നിങ്ങളുടെ വാഗ്ദത്തം വന്നു ചേരുമെന്ന്. ഇന്ന് കാണുന്ന കഷ്ടതയോ, ഇന്ന് കാണുന്ന കണ്ണുനീരോ, ഇന്ന് കാണുന്ന നിന്ദയോ അല്ല, അതിനപ്പുറം എനിക്ക് വേണ്ടി എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന പ്രതികൂലം താൽക്കാലികമാ, ഇതിനപ്പുറം ദൈവത്തിന്റെ ചില പ്രവൃത്തി വെളിപ്പെടുമെന്ന് പറയുന്നവർക്കായി ഇന്ന് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. യാത്രയുടെ യാമത്തെ പൗലോസ് കടലിന് അകത്ത് പോയി യാത്ര ചെയ്യുമ്പോൾ പൗലോസിനുള്ളിൽ ഭയമാകാൻ തുടങ്ങി. പൗലോസിന് 23-ാം അധ്യായത്തിൽ ദൈവം നമ്മുടെ റോമയിൽ നിന്നെ നിർത്തുമെന്ന് പറഞ്ഞു. എങ്കിൽ പൗലോസിന്റെ അകത്ത് ഭയം കയറി കഴിഞ്ഞപ്പോ ഇവിടെ പറയുന്നു പൗലോസേ എന്ത് ചെയ്യരുത്, നീ ഭയപ്പെടരുത്. വീണ്ടും വന്ന് കർത്താവ് പറയാം നീ എവിടെ നിൽക്കാനുള്ളവനാ? നിന്നെ ഞാൻ കൈസറുടെ മുന്നിൽ നിർത്തും. ഇന്ന് പകൽ ഓർത്തോണം, സകല വഴികളും അടഞ്ഞെന്ന് പറയുന്നവരോട് ആത്മാവ് ദൂത് പറയുന്നത് ഇനി ഒരു വഴിയില്ല, ഇനി മുന്നോട്ട് പോകാനില്ല, ഇനി രാജ്യം വിടേണ്ടി വരുമോ തോന്നിയാലും ഇനി ഒരു നന്മ കാണത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ എഴുതിയോ ദൈവം നിന്നെ ചില വാഗ്ദത്തങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവാത്മാവ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ അത് ചലനം വരാൻ പോകുക. ചില വാഗ്ദത്തങ്ങൾ ചലനം വരാൻ പോകുക, ചില വാഗ്ദത്തങ്ങൾ ചലനം വരാൻ പോകുക. അതിന് മുന്നിൽ വരുന്ന പ്രതികൂലത്തെ നീ ജയിക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിന്റെ അകത്ത് നിന്ന് പകൽക്കാലം വിളിച്ചു പറയണം എന്റെ മേൽ ദൈവം തന്ന വാഗ്ദത്തമേ സംഭവിക്കുള്ളത് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പിശാചിന് ഇടം കൊടുക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. നിന്റെ മേൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം വരുമെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പൗലോസിനോട് രാത്രി പറയുക ഭയപ്പെടരുത്, നീ കൈസറുടെ മുന്നിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന ദൈവം നിനക്ക് ദാനം. 25-ാമത്തെ വാക്യം പൗലോസ് പറയാം അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ
വരുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിന്റെ സോദരം ചെയ്യാം. നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ തന്നെ സംഭവിക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഇത് പകൽക്കാല പരിശുദ്ധാത്മാവിലാണ്. മനുഷ്യ ശബ്ദം കേട്ടല്ല ഞാൻ നിൽക്കുന്നത്, ദൈവ ശബ്ദം കേട്ടാണ് നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇത് മനുഷ്യ ശബ്ദമല്ല ഞാൻ കേട്ടത്, ദൈവ ശബ്ദമാണ്. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് പകലോർത്തോ, നിങ്ങളോട് പറഞ്ഞു വെച്ച വാഗ്ദത്തങ്ങൾ, നിങ്ങളോട് വെച്ചു വരിക്കുന്ന ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുഴുവൻ നിങ്ങളുടെ തലമുറകളുടെ പേരും നിങ്ങളുടെ പേരും വരുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പൗലോസിന് അവിടെ നിൽക്കുന്നു നോക്കണേ. അവൻ രാത്രി ഏതാ പകലേതാന്ന് അറിയാൻ മേലാതെ പടക് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന അറിയത്തില്ല. അതിനകത്തുനിന്ന് മുഴുവൻ സാധനങ്ങളും വെളിക്കളഞ്ഞു. ആകെപ്പാടെ ഭയത്തോടെ അവർ നിൽക്കുമ്പോ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുക, ദൈവത്തിലുള്ള ധൈര്യത്തിൽ പറയുക. അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ. അവ ഇവിടെ പറയാം, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭയപ്പെടണ്ട. എന്നാ കാര്യം പറയുന്നതിന്റെ കാരണം 25ാമത്തെ വാക്യം, പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ, എന്നോട് അരുളി ചെയ്ത് പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ അങ്ങനെ വിശ്വാസമാരുടെ ഈ ലോകത്ത് കിടക്കണോ? ഇന്ന് പകൽക്കാലം അതൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിന്നോട് ദൈവം പറഞ്ഞത്, നിന്നോട് പറഞ്ഞു വെച്ചത് അത് തന്നെ സംഭവിക്കും എന്ന് പറയുന്നവർക്ക് സ്തോത്രം ചെയ്യുക. അതിനിടയിൽ ഏത് പ്രതിസന്ധി വന്നാലും നിന്നോട് ദേശത്തിനകത്ത് ദൈവം ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അത് നിന്റെ ജീവിതത്തിൽ വരുമെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആത്മാവ് നിന്നോട് പറഞ്ഞത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ആത്മാവ് നിന്നോട് വെളിപ്പെടുത്തിയത് വരുമെന്ന് പറഞ്ഞാൽ, ആത്മാവ് നിന്നോട് വെളിപ്പെടുത്തിയത് വരുമെന്ന് പറഞ്ഞാൽ, ഇന്ന് പകലിൽ ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനകത്ത് വിളിച്ചു പറഞ്ഞു അത് വരുമെന്ന് പറയുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം വരുമെന്ന് പറയുന്നവർ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തം വരുമെന്ന് പറയുന്നവർ, അത് എന്തിൽ വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കുന്നു. പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എത്ര പേര് വിശ്വാസത്തോടെ എന്ന് വിളിച്ചു പറയും? അപ്പൊ എന്റെ അകത്ത് കിട്ടിയ വാഗ്ദത്തത്തിൽ ആര് വിശ്വസിക്കണം? ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ആമീൻ. ചിലതൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരും, പക്ഷെ വാഗ്ദത്തം നഷ്ടപ്പെടത്തില്ല. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇതെന്റെ മേൽ വരുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നീ പേടിക്കൊന്നും വേണ്ട. കാരണം അറിയോ, നീ കൈസറുടെ മുന്നേ ഞാൻ നിന്നെ നിർത്തും. കണ്ടോ, ഒന്നുകൂടെ ദൈവം ഉറപ്പിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ എവിടെ നിർത്താൻ പോവാ? കൈസറുടെ മുന്നേ ഞാൻ നിർത്തും. ദൈവം വാഗ്ദത്തം പറയുക. വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞു, ഈ പൗലോസ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്താ കാരണം? എന്നോട് ഒരുവൻ അരുളി ചെയ്തിട്ടുണ്ട്, അതേ സംഭവിക്കുള്ളൂ. ഇന്ന് പകൽ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? കർത്താവ് എന്നോട് പറഞ്ഞതേ സംഭവിക്കുമുള്ളെന്ന്, കർത്താവ് എന്നോട് പറഞ്ഞതേ സംഭവിക്കുമുള്ളെന്ന്. അതിനിടയിൽ എത്രയെല്ലാം പ്രതികൂലം വന്നിട്ടുണ്ടോ അത് നാം ഈ വഴിമാറുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, ദൈവം എന്നോട് പറഞ്ഞത് തന്നെ. അവൻ വാഗ്ദത്തം ഇങ്ങനെ വന്നു. ആരുമില്ല വാഗ്ദത്തം വന്നത്, പൗലോസിന്റെ മേൽ വാഗ്ദത്തം വന്നിരിക്കുക. പൗലോസിനോട് ദൈവം പറഞ്ഞിരിക്കുക, നിന്നെ എവിടെ നിർത്താൻ പോവുക? നിന്നെ കൂടെ കൈസറുടെ മുന്നിൽ നിർത്തും. റോമിലെ കൈസറുടെ മുന്നിൽ ഞാൻ നിന്നെ നിർത്തും. അവിടെ നീ സാക്ഷീകരിക്കേണ്ടവനാ. സ്വർഗം പറഞ്ഞു, ഇത് പറയാതിരിക്കണമെങ്കിൽ, ഇതവനെ അവിടെ എത്തിക്കാതിരിക്കണമെങ്കിൽ ചില പോരാട്ടങ്ങൾ വരുന്നുണ്ട്. ആ പോരാട്ടത്തിന്റെ മധ്യത്തിൽ നിനക്കൊരു വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു പോരാട്ടം വരുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടി ചില ചലനങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പറയാം, അതിനെ നീ ജയിക്കും, അതിനെ നീ ജയിക്കും, അതിനെ നീ ജയിക്കും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കും? അതിനെ നീ ജയിക്കാൻ പറ്റും. ആ പ്രതിസന്ധിയിൽ നീ ജയിക്കും. ആ പ്രതിസന്ധിയിൽ നിനക്ക് ജയിക്കാൻ പറ്റും. നിന്റെ മേൽ ദൈവിക വാഗ്ദത്തമുണ്ടെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറ, എന്റെ മേൽ എന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ പദ്ധതി വരുമ്പം അവൻ ഇവിടെ 28-ാമത്തെ 1-ാമത്തെ വാക്യത്തിൽ ചെന്നപ്പോ പറഞ്ഞു, ഇപ്പൊ പൗലോസ് എവിടെ ചെന്നു? മിലിത്യ ദ്വീപിൽ ചെന്നു. അവിടെ ചെന്നപ്പോ അവർക്ക് അവിടെയുള്ള ബർബരന്മാർ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അവർക്ക് അസാധാരണമായ ദയ കാണിച്ചു. വാഗ്ദത്തം ചലിക്കുന്നുണ്ടോ? എത്ര പേര് അതിന് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്നലെ വരെ അനുകൂലമല്ലാത്തവൻ നിനക്ക് അനുകൂലമായി നിൽക്കുക. ഇന്നലെ വരെ ആർക്കും ഇടം കൊടുക്കാത്തവൻ നിനക്ക് ഇടം തരാൻ പോവുക. കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്നലെ വരെ
വാഗ്ദത്തത്തെ ഇന്ന് മനസ്സിലാവുന്നു. അവൻ അസാധാരണമായ ദയ കാണിക്കാൻ കാരണം നിന്റെ മേൽ ദൈവമിട്ട വാഗ്ദത്തമാണ്. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തിന്റെ കരുതൽ നിന്റെ മേലുണ്ടെന്ന് പറയുന്നവർക്കായി സ്തോത്രം. ഇന്ന് ചില കഷ്ടതയിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും അതിനപ്പുറം ദൈവത്തിന്റെ ചില കരുതലുകൾ വരുന്നില്ലേ? ഇന്ന് പകൽ ഞാൻ ഭയപ്പെട്ടതൊന്നും സംഭവിച്ചില്ല. ഇന്ന് നീ പകൽ എഴുതി വെച്ചോ, നീ ഭയപ്പെട്ടൊന്നും സംഭവിക്കത്തില്ല. കാരണം നിന്റെ മേലെ വാഗ്ദത്തം കിടപ്പുണ്ട്. നീ ഭയപ്പെട്ടതൊന്നും നീ ഭയപ്പെട്ടതൊന്നും സംഭവിക്കത്തില്ല. ഇന്ന് വരെ സംഭവിക്കാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അപ്പൊ എന്റെ മേൽ ദൈവമിട്ട വാഗ്ദത്തം എന്റെ മേൽ നിൽക്കുമ്പോ ചില പ്രതിസന്ധി കൂടെ കടന്ന് ഞാൻ പോയപ്പോഴും പക്ഷെ എനിക്കൊന്നും സംഭവിക്കാതെ അപ്പുറേ കടന്നു പോയതിന്റെ കാരണം എന്റെ മേൽ സ്വർഗമിട്ട വാഗ്ദത്തം. ഇതുപോലെ ചിലർ ഈ നാളുകളിൽ കടന്നു പോകും. ഇതുപോലെ ചില കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകാൻ പോവാ. എത്ര പേര് ഇതുപോലെ ചില പ്രതിസന്ധി കൂടെ കടന്നു പോകാൻ പോവാ. അവൻ നീ പോലും അറിയാത്ത ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ കൊടുത്തോ അവൻ അടുത്ത തലത്തിൽ ദൈവം നിന്നെ അവിടെ അത്ഭുതമാക്കി മാറ്റാൻ പോവാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞു നിന്റെ മേൽ വാഗ്ദത്തമുണ്ടെന്നും നീ ഒരു അത്ഭുതമാണെന്നും ദൈവം വെളിപ്പെടുത്തും. നീ ഒരു അത്ഭുതമാണെന്നും നാമെ നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെന്നും ദേശത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും. നീ എന്റെ സ്വന്തമാണെന്ന് വെളിപ്പെടുത്തും. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നോ, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നോ, ദൈവം നിന്നെ വിളിച്ചതാണെന്ന്, ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണെന്ന് ദേശത്ത് വെളിപ്പെടുത്താൻ പോവുക. ആമീൻ പറയുന്നവർ ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ആമീൻ പറയുന്നവർ ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ഇവിടെ പറയുന്നതോളം ഒരു അസാധാരണമായ പ്രവൃത്തി. ഈ അസാധാരണമായ പ്രവർത്തിക്കാത്ത ആരൊക്കെ ഉണ്ട്? പൗലോസ് മാത്രമാണോ? പടയിലുണ്ടായിരുന്ന മുഴുവൻ പേരോടും ബർബരന്മാര് അസാധാരണമായ ദയ കാണിച്ചു. നിങ്ങൾക്കും കിട്ടി, എനിക്കും കിട്ടി. അവരെല്ലാവർക്കും ഒരേ പരിപാടി കൊടുത്തു. ആ പരിപാടിയിൽ ഒരാളെ ഇരിക്കുന്നു എല്ലാം സംശയം കേട്ടോ. പിന്നെ ഞാൻ നോക്കിയിട്ട് വേണേ ഇച്ചിരി കൂടെ എന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം അല്ലേ? അപ്പുറം എല്ലാവരും പറയാനുണ്ടോ? നിങ്ങളുടെ കൂടെ ഉണ്ടോ? പക്ഷെ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവും വാഗ്ദത്തമുണ്ട്. ഈ വന്ന ആളുടെ മേലുണ്ടോ? ഇല്ല. ഈ ബർബർമാർക്ക് അറിയാവോ ഇത് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ആർക്കുണ്ട്? നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട പദ്ധതി ആരുടെയാണ്? ഇന്ന് പകലെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ദാവീദിന്റെ ഗൃഹത്തിലേക്ക് ഒരു പ്രവാചകൻ കയറി ചെന്നപ്പോ ചോദിച്ചു, നിന്റെ വരവ് ഉചിതമാണോ? അതെ, ഉചിതമാണ്. എന്ന കാരണം അറിയോ? അവന്റെ കയ്യിലിരിക്കുന്ന തൈലക്കൊമ്പാണ്. ഇന്ന് പകല് നിന്റെ മേലിട്ടിരിക്കുന്ന അഭിഷേകം എന്നതാണ് ഇന്ന് ലോകം അറിയാൻ പോവുക. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാം? നിന്റെ മേലിട്ട് ദൈവത്തിന്റെ പദ്ധതി, ഇന്ന് നിന്റെ കുടുംബത്തിന്റെ മേലിട്ട് പദ്ധതി, നിന്റെ മേലിട്ട് വാഗ്ദത്തം എന്നതാണ്. നിന്റെ മേലിട്ട് വാഗ്ദത്തം എന്നാണ്. ഞാൻ ലോകത്തിന്റെ മുന്നിൽ ഒന്ന് വെളിപ്പെടുത്താമോ? നിന്റെ കൂടെ ഇരിക്കുന്ന ആത്മാവിന്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്താമോ? എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇവരെല്ലാരും വിറവ് തീക്കാത്തില്ല. പൗലോസും വിറവുറുക്കി ഈ തീയിലിട്ടു. ഈ തീയിലിട്ട സമയത്ത് തന്നെ എടുത്തു അണലി വന്ന് പെട്ടെന്ന് ഇവന്റെ കയ്യില് അവൻ കരാമയും പുറപ്പെട്ടു. അവന്റെ കയ്യിൽ നീട്ടു. കൈ പറ്റി അവന്റെ കയ്യിൽ കടിച്ചു തൂങ്ങി. ആദ്യം അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാര് കണ്ടു. നോക്കോണേ, ബർബരന്മാർ കാഴ്ച കാണുക എന്നാ അണലി കടിച്ച് കയ്യെ തൂങ്ങുന്നു. ഉടനെ എന്ത് ചെയ്തു പൗലോസ്? അപ്പോൾ ആ മനുഷ്യൻ, അപ്പൊ ഇവരെന്താ പറയും? ഇവൻ ആരാന്ന് പറഞ്ഞു? ഇവൻ കുലപാതകനാന്ന് പറഞ്ഞു. ഇവൻ അഭിഷിക്തനെന്നാരെന്ന് പറഞ്ഞു. ഇവൻ ദൈവത്തിന്റെ കോളിങ്ങുള്ള, ദൈവത്തിന്റെ വിളിയുള്ളവരാന്ന് പറഞ്ഞില്ല. ഇവർ പറയുക ഇവൻ ആരാന്ന് പറഞ്ഞു? ഇവനൊരു കൊലപാതകനാണ്, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെടും. അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ, ബാക്കിയുള്ള
അത് വെളിപ്പെട്ട് നോക്കണം. അപ്പൊ ഈ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി അവർ തമ്മിൽ പറഞ്ഞു, ഇവൻ ആരല്ല, ഇവനൊരു കൊലപാതകനാ, ഇവൻ കൊള്ളത്തില്ലാത്തവനാ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് ചില പ്രതിസന്ധിയിൽ കൂടെ നീ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് നീ ഡയറിക്കകത്ത് എഴുതി വെച്ചു, ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാ. ഈ കഷ്ടത നിന്റെ ജീവിതത്തിൽ ഇട്ടത് ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ്. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നു? ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിനെ സ്വതന്ത്രം ചെയ്യാം. അപ്പോൾ തന്നെ അഞ്ചാമത് പറയും, അവനും ആദ്യത്തിനെ തീരെ കാര്യം കുളഞ്ഞു കളഞ്ഞു. പൗലോസ് പറഞ്ഞ ആറാമത്തെ വാക്യം, അവർ ചിന്തിച്ചു കൊണ്ടിരുന്നു, അവർ കാത്തിരുന്നു. അവനൊരു ദേവനെന്ന് അവർ പറഞ്ഞു. ഇന്ന് പകല് നോക്കിക്കോണം, ബാക്കിയുള്ള മുഴുവൻ പേരുടെ മേൽ നിന്നിരുന്ന കണ്ണ് പൗലോസിന്റെ മേൽ വരാൻ പോവാ. ഇന്ന് പകല് നിങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പല കണ്ണ് അവിടെ നിന്ന് മുഴുവൻ പേരുടെ കണ്ണ് നിന്നത് ഇപ്പൊ പൗലോസ് ചാകും, ഇപ്പൊ പൗലോസിന് ഇന്ന് പകലിൽ ഞാൻ എഴുതി വെച്ചു, നിന്റെ കുടുംബം ഇനി മുന്നോട്ട് പോകത്തില്ല, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ സ്വർഗം ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. ഇന്ന് പകലിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണെന്നോ, ദൈവം നിന്നെ കണ്ടതാണോ, ദൈവം നിന്നെ കുറിച്ച് പദ്ധതി ഉണ്ടെന്നോ ഇന്ന് മനുഷ്യരുടെ മുന്നിൽ ദൈവം വെളിപ്പെടുത്തുന്നത് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നോ ഇന്ന് പകലിൽ അറിയണം, പൗലോസിന്റെ മേൽ വാഗ്ദത്തമുള്ളവരെന്നോ, പൗലോസിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ടെന്നോ അത് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് സ്വർഗത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇന്ന് വെച്ചോ. ഇന്ന് പോകുന്ന ചില കഷ്ടതയിൽ കണ്ണുനീരിന്റെ അഭിപ്രായം ദൈവം നിന്നെ വെളിപ്പെടുത്തുന്ന കാലം വിദൂരമല്ല, ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാലം വിദൂരമല്ല. അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന്, നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മകണ്ണിനകത്ത് അത്ഭുതത്തെ കാണുന്നവർ, ആത്മകണ്ണിനകത്ത് വിടുതലെ കാണുന്നവർ, ആത്മകണ്ണിനകത്ത് ഇന്ന് പകർന്നവർ പൗലോസിന്റെ കൂടെ നിൽക്കുന്നവരുടെ മേലല്ല പരമ്പരന്മാരെ കണ്ണു നിൽക്കുന്നത്. അവർ പൗലോസിന്റെ മേൽ അവന്റെ കണ്ണുവരാൻ തുടങ്ങിയ കാരണം അവന്റെ മേൽ സ്വർഗം വിട്ട പദ്ധതിയാ. ഇന്ന് പകൽക്കാലം പറഞ്ഞു, നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഏറ്റെടുത്തോ, ആ വാഗ്ദത്തം നിന്റെ മേൽ വരുമെന്ന് ഇത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ഈ വാഗ്ദത്തത്തെ പൗലോസ് എങ്ങനെ കണ്ടിരുന്നു? പൗലോസ് ദൈവശബ്ദത്തെ വിശ്വസിച്ചിരുന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞ ചില പ്രതിസന്ധി വരുമ്പോ, പ്രതികൂലത്തിൽ കൂടെ പോകുമ്പോ നിങ്ങളുടെ അകത്തൊരു തോന്നലുണ്ട്, ഇനി മുന്നോട്ട് എന്തിയത്തില്ല, ഇനി പോകത്തില്ല, ഇപ്പൊ പ്രാർത്ഥന. ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോഴാണ് വിശ്വാസം വിട്ടെറിഞ്ഞു പോകുന്നവർ. ചില പ്രതിസന്ധി വരുമ്പോ അവർ നടക്കും, അവരുടെ ബോധിച്ച വഴിയിട്ട് അവർക്ക് പോവുക. കാരണം ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും പ്രയോജനമൊന്നുമില്ല, ഇനി വിശ്വാസത്തിൽ എന്നിട്ട് കാര്യം, ഇത് നല്ല നമ്മുടെ പഴയതായിരുന്നു. ജനം മാറിപ്പോകുന്നു. പക്ഷേ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പരീക്ഷയോടുകൂടി ചില പോക്കുവഴികൾ ദൈവം ഒരുക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് സോദരൻ എത്ര ഒരു വിശ്വാസം ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സോദരൻ എത്ര ഒരു വിശ്വാസത്തെ വിളിച്ചു പറയും. അത്ഭുതങ്ങളെ ദൈവം ചെയ്ത് തുടങ്ങി എന്ന് പറയുന്നവർക്കായി കർത്താവിനെ ഞാൻ സോദരൻ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സഹായവർഗം എടുത്തുകൊള്ളുകയും. ചില ദുർദിവസങ്ങളൊക്കെ വരും, ചില പ്രതിസന്ധി കൂടെ നീ കടന്നു പോകും. പക്ഷെങ്കിൽ നീ കേട്ട വാഗ്ദത്തത്തെ വിശ്വസിക്കാതിരിക്കില്ല. ആമേൻ. ചില പ്രതികൂലത്തിൽ കൂടെ പോകേണ്ടി വരും, ചില കഷ്ടതയിൽ കൂടെ പോകേണ്ടി വരും, ചില കണ്ണുനീരിൽ കൂടെ പോകേണ്ടി വരും. പക്ഷെ ദൈവം നിന്നോട് പറഞ്ഞൊരു ഉടമ്പടി ഉണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിൽ വരുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വാസത്തിനകത്ത് അടിസ്ഥാനമിട്ട് നിന്നെങ്കിൽ മാത്രമേ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. വിശ്വാസത്തിനകത്ത് ഉറച്ചു നിന്നെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാത്തിലും എന്ന് പറഞ്ഞ് അതിനകത്ത് വിശ്വസിക്കുന്ന അവർക്ക് അത്ഭുതങ്ങൾ നടക്കുന്നത്. പിന്നോട്ട്
വ്യതിചലിക്കുന്നവർക്കല്ല, പിന്നോട്ട് മാറിപ്പോകുന്നവർക്കല്ല, പുറംതിരിഞ്ഞ് നടക്കുന്നവർക്കല്ല. ഇന്നലെ ഉപവസിച്ച ഇനി ഉപവാസത്തിന്റെ ആവശ്യമില്ല, ഇന്ന് പ്രാർത്ഥനയുടെ ആവശ്യമില്ല, വല്ലപ്പോഴും പോയാൽ മതി എന്ന് പറയുന്നവരുടെ മേൽ നല്ല വാഗ്ദത്തങ്ങൾ വരുന്നത്. ഏത് പ്രതിസന്ധി വന്നാലും ഏത് കണ്ണുനീര് വന്നാലും എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം പിടിച്ചവരാണെങ്കിൽ അവർ ധൈര്യത്തോടെ നിൽക്കുന്നെങ്കിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ പേര് നിന്റെ തലമുറയുടെ പേരും അവനിട്ട് അഭിഷേകത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ വന്നു ചേരും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് പകലിൽ? ദൈവം ചില പ്രവൃത്തികളെ ചെയ്യുമെന്ന് പറയുന്നവർക്കായി, ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പറയുന്നവർക്കായി ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്, എന്റെ കർത്താവ് എനിക്കായി ചില അത്ഭുത വാതിലുകളെ തുറന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ദുർദിവസത്തിൽ എന്ത് ചെയ്യണം? ചില പ്രതിസന്ധികളിലേക്ക് ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. അപ്പൊ അത് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരായി മാറണം. പൗലോസിനെ ദൈവം നമ്മളെ വിളിച്ചതാ. പ്രതിസന്ധികൾ ഒത്തിരി വന്നു, കല്ലേറുകൾ വന്നു, കപ്പൽഛേദങ്ങൾ വന്നു, പല അനർത്ഥങ്ങൾ വന്നു. പൗലോസ് പറയുന്നു, ഒന്നിനൊന്ന് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ അത് അത്ഭുതമായി ദൈവം നമ്മളെ മാറ്റുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വതന്ത്രം ചെയ്യും. ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം കേട്ടോ, ഈ അനർത്ഥങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ദൈവമിട്ട വാഗ്ദത്തത്തിൽ നിലനിൽക്കുന്നവൻ പറയും. ബാക്കിയല്ല എന്ത് പറയുന്നു? ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എപ്പോഴും എല്ലാം ഛേദം എന്നത് 9-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന പൗലോസിന് ലഭിക്കപ്പെട്ടത് മുഴുവനും, പൗലോസിന്റെ കൈകളിൽ നടന്ന അത്ഭുതങ്ങളും പൗലോസിന്റെ ജീവിതത്തിൽ മുഴുവൻ നടന്നതിന് എന്താ പൗലോസ് പറയുന്നത്? ഇത് ദൈവത്തിന്റെ ഇത് ദൈവത്തിന്റെ നീതിയാണ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത് ന്യായപ്രമാണത്തിൽ നിന്ന് എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അപ്പൊ പൗലോസ് ഇവിടെ എല്ലാ യഥാർത്ഥത്തികളൊക്കെ രക്ഷപ്പെട്ടതിന് കാരണം ദൈവത്തിന്റെ നീതിയാണ്. 1, 2 ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അപ്പൊ ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ സ്മൂത്ത് ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകണം, നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം ദിനപ്രതി സമൃദ്ധിയിലും സന്തോഷത്തിലും എന്ത് ചോദിച്ചാലും ഇഷ്ടം പോലെ വരികയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് ചില പ്രതിസന്ധി കൂടെ നമ്മൾ കടന്നു പോകും, ചില പരീക്ഷ കൂടെ കടന്നു പോകുമ്പോ നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു. ദൈവത്തിലുള്ള വിശ്വാസത്തിനകത്ത് പറയും പൗലോസ് പറയും, അതാണ് ദൈവത്തിന്റെ നീതിയാണ്. പ്രഭാതത്തിലുള്ള എന്റെ സ്വന്തം നീതിയല്ല, ഇവിടെ പറഞ്ഞു എന്റെ സ്വന്തം നീതിയാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന. പൗലോസ് പറയും, എനിക്ക് 6 നീതിയാണ് ലഭിച്ചേ. അണലി കഴിച്ചപ്പോ കുടഞ്ഞു കളഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. കപ്പൽ ചെയ്തുകൊണ്ടായി, വിടുതലായി. എല്ലാ പ്രതിസന്ധിയിൽ നിന്ന് പൗലോസ് ജയിക്കുവാനുള്ള കാരണം ആരുടെ നീതി വെളിപ്പെട്ടതുകൊണ്ടാണ്. ഇന്ന് പല ദൈവസഭയ്ക്ക് അകത്തിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ നീതി വെളിപ്പെടണം. പ്രതിസന്ധി കാണുമ്പോ, പ്രശ്നം കാണുമ്പോ അടുത്ത ജയക്കാരല്ല നിൽക്കേണ്ടത്, ഈ പ്രതിസന്ധി എനിക്ക് ജയിക്കാൻ പറ്റും എന്ന് ആരുടെ നീതിക്ക് അവർക്ക് നിൽക്കണം? ദൈവത്തിന്റെ നീതി. ആരുടെ വിശ്വാസത്താൽ? ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ നിൽക്കുന്നവരായി മാറണം. നമ്മൾ എവിടെ നിൽക്കുന്നത്? ചില പ്രതിസന്ധികൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്മാറാൻ തുടങ്ങും. ഇപ്പൊ പൗലോസിന്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങി. നമ്മുടെ കയ്യിലാണെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നാലോ, അത് അണലിയൊക്കെ പോട്ടെ, ചെറിയൊരു വിഷയം വന്നാലോ, ഇതിനപ്പുറം ഒരു അത്ഭുതം ഉണ്ടെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതയാണെങ്കിലും നിന്നയാണെങ്കിലും അതിനപ്പുറം ദൈവത്തിന്റെ നീതി വെളിപ്പെടുമെന്ന് പറയുന്നവരാണ്.
എന്ത് പ്രതിസന്ധി കൂടെ ഞാൻ കടന്നു പോയാലും ദൈവത്തിന്റെ ഒരു നീതി എനിക്ക് വേണ്ടി ഉണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. വിശ്വാസി വിശ്വാസത്തിലാണോ നിൽക്കുന്ന ചില പ്രതിസന്ധി വന്നാൽ മതി. ഒരു പ്രതികൂലത്തിന്റെ സാഹചര്യം വന്നാൽ, പ്രശ്നം വന്നാൽ നിങ്ങളുടെ മുഖവും പാടും, നിങ്ങൾ പ്രശ്നത്തിൽ തുടങ്ങും. പക്ഷെ ഇവിടെ പൗലോസ് പറയുക, ഈ വന്നതെല്ലാത്തിനകത്തും ആരുടെ നീതി വെളിപ്പെട്ടോണ്ടായിരുന്നേ? ദൈവത്തിന്റെ നീതി എനിക്ക് വെളിപ്പെട്ടോണ്ടായിരുന്നു. എത്ര പേര് ആമേൻ പറയുന്നത്? ദൈവത്തെ ഇന്ന് കാണുന്ന ഏത് പ്രതിസന്ധിക്കും അപ്പുറേ നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിന്റെ മേൽ വരുമെന്നൊന്ന് വിശ്വസിക്കാൻ റെഡിയാകാൻ മതി. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ പ്രതിസന്ധി വരുമ്പോ നമ്മൾ തകർന്നു പോയി എന്നല്ല പറയുന്നത്, ദൈവത്തിന്റെ നീതി എന്ത് ചെയ്താക്കുക വെളിപ്പെട്ടെന്ന് പറയും. അപ്പൊ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ 33 എനിക്ക് ഒന്ന് 8:33 ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ് വരുന്നുണ്ടോ? ദൈവം തെരഞ്ഞെടുത്താന്നുള്ള ഉറപ്പ് വരുന്നുണ്ടോ? ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്തെന്ന് എത്ര പേര് വിശ്വാസത്തോടെ പറയുന്നുണ്ട്? യിരെമ്യാവിനോട്, യിരെമ്യാവേ, നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ ഞാൻ തെരഞ്ഞെടുത്തതാ. പൗലോസ് പറയും, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തു യേശുവിൽ തെരഞ്ഞെടുത്തതാ. അതേ പൗലോസ് ഇവിടെ പറയുന്ന വാക്ക് പറഞ്ഞ, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നത് ദൈവമാണ്. എന്നിട്ട് 34 ശിക്ഷ വിധിക്കുന്നവരാ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും. ഇവിടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അറിയുന്നേ, ഇവിടെ ദൈവവുമായിട്ടുള്ള ബന്ധം അറിയുന്നേ. പൊട്ടിപ്പാടി നടന്ന അനുഗ്രഹം വരത്തില്ല. ഏത് പ്രതിസന്ധി കൂടെ കടന്നു പോയാലും ദൈവത്തിന്റെ നീതി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കാൻ റെഡിയാകണം. കാരണം എനിക്ക് പിതാവാ ദൈവത്തിന്റെ മനസ്സ് വശത്ത് എന്റെ പുത്രൻ തമ്പുരാൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് ഒരു ഉറപ്പ് വരേണ്ടത് അവിടെയാണ്. എനിക്ക് ഒരു മധ്യസ്ഥനായ ഒരു കർത്താവ് എനിക്കുണ്ട്. എനിക്ക് വേണ്ടി പിതാവിനോട് വാദിക്കുന്ന ഒരു സർവശക്തനായ ദൈവം, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എനിക്ക് വേണ്ടി ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ നീതീകരണത്തിൽ ഞാൻ പറയണം. അപ്പൊ ലോകം എന്നെ കുറ്റം വിധിക്കുന്നതോ, ലോകം എന്നെ പറയുന്ന ഒന്നുമല്ല എന്റെ വിഷയം. ഇവിടെ പറയുന്നു, ശിക്ഷ വിധിക്കുന്നവർ ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റോ തന്നെ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിന്റെ പ്രതിസന്ധിയെ കാണുന്ന, നിന്റെ കണ്ണുനീരിനെ കാണുന്ന, നിന്റെ സങ്കടങ്ങളെ കാണുന്ന, ഇന്ന് നീ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ കാണുന്ന ഒരു നല്ല കർത്താവ് നിനക്കുണ്ടെന്നൊന്ന് വിശ്വസിക്കാൻ റെഡിയാവുന്നുണ്ടോ? ആമേൻ. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും എന്നെ കാണുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഈ പ്രതിസന്ധിയൊക്കെ എന്റെ ജീവിതത്തിൽ വന്നാലും അതിന്റെ 37-ാമത്തെ വാക്യം പറയും, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിന്റെ മുകളിലും, ഞാൻ പോകുന്ന വഴികളിൽ കൂടെയും എല്ലാത്തിലും ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ക്രിസ്തു യേശുവിൽ പൂർണ്ണ ജയം പ്രാപിക്കുന്നവരായി മാറും. നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏതിന്റെ മുകളിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിന്മേൽ ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കുന്നവനാണെന്ന്. അപ്പൊ ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്തിനകത്ത് നമ്മൾ ഉറയ്ക്കണം. പൗലോസിന് അറിയാതെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നോട് പറഞ്ഞ വാഗ്ദത്തം എന്റെ മേൽ വരിക തന്നെ ചെയ്യും. അത് അണലി കടിച്ചാലും വേണ്ടിയില്ല, കപ്പച്ഛേദം ഉണ്ടായാലും വേണ്ടിയില്ല, എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും എന്നോട് പറഞ്ഞ ഒരുവനുണ്ടെങ്കിൽ അവനെ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നവരായി മാറണം. അവൻ എന്നോട് പറഞ്ഞത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വാസത്തിനകത്ത് ഞാൻ പറയാം, ഇന്ന് മികക്കാരൻ ഞാൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ് ചാടിത്തുള്ളിട്ട് കാര്യമില്ല. ദൈവസന്നിധി നിൽക്കുന്ന നീതിയോടെ ആണെങ്കിൽ ആ
ഇല്ലല്ലോ, നിനക്കുള്ള വൻമഴയും പിന്മഴയും ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി അയക്കുക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ നീ നടക്കുന്നത് വിശ്വാസത്തിൽ ഉറച്ചാണെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്ത് വിശ്വാസത്തിൽ കയറാതെ, വിശ്വാസത്തിൽ ഉറയ്ക്കാതെ, ദൈവത്തിന്റെ നീതിയെ കാണാതെ, ദൈവത്തിന്റെ അത്ഭുതത്തെ കാണാതെ നമ്മൾ എന്ത് പ്രകസനം കാണിച്ചാൽ അത് റിലീസ് ആകത്തില്ല. അപ്പൊ ഏത് പ്രതിസന്ധി വരുമ്പോഴും, ഏത് പ്രതികൂലം വരുമ്പോഴും അതിനപ്പുറേ ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്റെ മേൽ ലഭിക്കുമ്പോഴും എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കും? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയാൻ പറ്റുമോ നിങ്ങളുടെ അകത്ത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതി എന്റെ മേൽ വെളിപ്പെടുമെന്ന്. ദൈവത്തിന്റെ നീതി ഇന്ന് പകൽക്കാലം പറയുന്ന വെളുത്ത ദ്വീപിനകത്ത് ചെന്ന് കയറുന്നവന് അസാധാരണമായി ദയ കാണിച്ചെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു പറയണം, ഇത് ദൈവത്തിന്റെ നീതിയാണ്. അണലി കരയിൽ കടിച്ചു തൂങ്ങിയപ്പോ കുടഞ്ഞ് തീയിൽ കളഞ്ഞപ്പോഴും വിളിച്ചു പറയണം, അത് ദൈവത്തിന്റെ നീതിയാണ്. ഇന്ന് പകൽ നീ ചില കഷ്ടതയിൽ കൂടെ പോയാൽ അതിനപ്പുറം നിനക്ക് വേണ്ടി ചില ദൈവിക കരുതലുണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. അത് ദൈവത്തിന്റെ നീതിയാണ്. നിന്റെ തലമുറയോട് ദയ കാണിച്ച ദൈവത്തിന്റെ നീതിയാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നീ നിന്ദിക്കപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങൾ വന്നു, പക്ഷെ ദൈവം നിന്നെ കൈവിടാഞ്ഞത് അവന്റെ നീതി എന്ന് പറയുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. അബ്രഹാമിനോട് ദൈവം തന്നെ നീതി കാണിച്ചപ്പോ അവൻ ബഹുജാതികൾക്ക് പിതാവായി. എത്ര പേര് വിശ്വാസത്തോടെ പറയുന്നുണ്ട്? ദൈവം ചെയ്ത നീതിക്കകത്ത് നിൽക്കുന്നവരായി മാറാം. അവ ഇന്ന് പകൽക്കാലം പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിനകത്ത് നിങ്ങൾ നിന്നുകൊണ്ട് നോക്കണം, ദൈവത്തിന്റെ നീതിയിലാണോ ഇന്ന് പകൽക്കാലം നിങ്ങൾ ആയിരിക്കുന്നത്? ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കകത്താണോ നിങ്ങൾ ആയിരിക്കുന്നത്? ദൈവത്തിന്റെ കരുതലിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഇന്ന് ചില സാഹചര്യം വരുമ്പോ അവൻ ദൈവത്തെ മറുതലിപ്പോടുകൂടി സംസാരിക്കുന്നവരാണോ? അതുകൊണ്ട് ബൈബിൾ പറയുന്ന നെഗളികളോട് അവൻ എതിർത്ത് നിൽക്കുക തന്നെ ചെയ്യും. താഴ്മയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് താഴ്വാരത്തിലേക്ക് ദൈവത്തിന്റെ നീരുറവ ഒഴുകിത്തീരും. ഇന്ന് പകൽക്കാലം പറഞ്ഞ മലകളിൽ പെയ്തിറങ്ങിയ മഴവെള്ളം ഉണ്ടല്ലോ, അത് താഴ്വാരത്തിലേക്ക് ഒഴുകി വരുമെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധി താഴ്മയോടെ ഇരിക്കുന്നവരാണെങ്കിൽ, അവന്റെ കൈ കീഴിൽ താന്നിരിക്കുന്നവരാണെങ്കിൽ നിനക്കുള്ള അനുഗ്രഹം ഇന്ന് പകൽക്കാലം അത് ഒഴുകി വരിക തന്നെ ചെയ്യും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാനുണ്ട്? നീ ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വസ്തതയ്ക്കാത്ത, നിന്റെ ഒന്നും കാണിക്കാതെ എന്റെ അപ്പാ എന്ന് പറഞ്ഞ് എന്നെ സഹായിപ്പാൻ ആരുമില്ലപ്പാ എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം അറിയണം. മാർത്തയും മറിയയും ചെല്ലുമ്പോ മാർത്ത എന്നിട്ട് പറയുക, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. മറിയ അങ്ങനല്ല ചെന്ന കേട്ടോ. അവൾ ചെന്നിട്ട് എന്നാണെന്നറിയോ? യേശുവിന്റെ പാദത്തിലേക്ക് വീണിട്ട് പറഞ്ഞു, അമ്മേ കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഇന്ന് കർത്താവിന്റെ സന്നിധി താഴ്മയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ നിന്റെ ഭവനത്തിന്റെ നിന്നയെ അവൻ മാറ്റുക തന്നെ ചെയ്യും. അത് അവന്റെ നീതിയാണ്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് പകലിൽ ഒരു താഴ്മ നിന്റെ ജീവിതത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ഒരു താഴ്ത്തിരിക്കാൻ റെഡിയാണെങ്കിൽ, നിന്റെ നെഗളം ഒന്ന് മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ, നിന്റെ സൗന്ദര്യം പറയാൻ നടക്കാതെ, നിന്റെ ആരോഗ്യം പറയാൻ നടക്കാതെ, നിന്റെ കുടുംബശ്രേഷ്ഠത പറയാൻ നിൽക്കാതെ എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് അവന്റെ പാദപീഠത്തിൽ ഇരിക്കാതിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, ഒരു ക്രൂശിന്റെ അറ്റത്ത് ഒരു ചുമര് കൊടുത്തവനെ തലമുറയെ പോലും അനുഗ്രഹിച്ച ഒരു ദൈവത്തെ അതിന് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, അവൻ യാതി നോക്കിയില്ല, കുലം നോക്കിയില്ല, നിറം നോക്കിയില്ല, ഒരു ക്രൂശ് മരുന്നില്ല, ഒരു പുറക്കാരൻ അവന്റെ ക്രൂശിലൊന്ന് ചുമല് കൊടുത്തപ്പോ എന്റെ കർത്താവ് അവനെ തിരിഞ്ഞു നോക്കി. എന്താ കാരണം എന്നറിയോ? നിന്റെ തലമുറ അവനാൽ പ്രസിദ്ധമായി മാറുമെന്ന് ഇന്ന് പകൽക്കാലം പറയണം. അതാണ് ദൈവത്തിന്റെ നീതിയെങ്കിൽ, എന്റെ യേശുവിന്റെ നീതിയെങ്കിൽ ഇന്ന് പകൽ പിടിച്ചു പറ, ഞാൻ നിൽക്കുന്നത് അവന്റെ നീതിയിലാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ, ദൈവസന്നിധി മറുതലിപ്പില്ലാതെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചു, നിന്റെ ചരിത്രത്തെ തമ്പുരാൻ മാറ്റും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും? ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം. ദേശക്കാർ നിന്നെ കുറിച്ച് പറയുന്നതല്ല ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ദേശക്കാർ പറഞ്ഞതല്ല നിന്റെ ജീവിതത്തിൽ വരുന്നത്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നത്? ഏറ്റെടുക്കുന്നവർക്കായി ആമേൻ ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം. ധൈര്യത്തോടെ വിളിച്ചു പറയണം, ദൈവത്തിന്റെ നീതി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന്. എത്ര പേര് ആമേൻ പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ആമേൻ. 2 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായം
എന്നതാ കാരണം എന്ന് പിടിക്കേണ്ടതൊക്കെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞങ്ങൾ സകലവിധ കഷ്ടതയിൽ കൂടെ സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കത്തില്ല. ഞങ്ങൾ ഇവിടെ പറയുക ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഇന്ന് പകൽ ചില കഷ്ടതയിൽ കൂടെ നിരാശ നിന്റെ ജീവിതത്തിൽ കയറുന്നുണ്ടോ? ഈ വഴി ഒന്നും പിശാച് അടച്ചതാണെന്ന ബോധ്യം വന്നാൽ മാത്രം മതി. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന്. ഇന്നെന്റെ കവി ചില കഷ്ടതയിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും ചില നിന്നയിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും ഇന്ന് നിന്റെ അകത്ത് നിരാശ വരരുത്. നിന്റെ നിരാശ കൊണ്ടിടുന്ന പിശാച്, എത്ര പേര് പറയുന്നുണ്ട് നിരാശ കൊണ്ടിടുന്നത് പിശാചാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടെന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല, നിരാശപ്പെടുന്നില്ല. 9 ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ആരും ഉപേക്ഷിക്കപ്പെടുന്നില്ല, ദൈവത്തിന് ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീട് കിടക്കുന്നവരെങ്കിലും ഇന്ന് പകൽ നിങ്ങളുടെ അകത്തൊരു മെസ്സേജ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില പ്രതിസന്ധിയുടെ മുന്നിൽ വീണപ്പെട്ടവരാണെങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ അവിടെ കിടക്കത്തില്ല. എന്റെ നാഥൻ പല പ്രാവശ്യം ക്രൂശുമായി വീണെങ്കിലും അവൻ എഴുന്നേറ്റവനാണെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞ ആത്മാവിനകത്ത് വിളിച്ചു പറഞ്ഞോണം, അവയെ എന്നെ ക്രൂശിക്കാൻ ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ എന്റെ ഉയർപ്പൊരു ഞായറാഴ്ച ദൈവം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുക, എന്റെ മേൽ പകരപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ വീണ് കിടക്കത്തില്ല, ഞാൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. എന്നത് കാരണം എന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്, എന്റെ മേൽ ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നീതി എന്റെ മേലുണ്ടെന്ന്, അതിന്റെ തലമുറയുടെ മേലുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ നീതി എന്റെ പേരും എന്റെ കുടുംബത്തിന്റെ പേരും ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് യോശുവ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നവരോ ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന പ്രതിസന്ധി നിനക്ക് പുറത്തു വരാൻ പറ്റോ? ദൈവത്തിന്റെ നീതി നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടുമെന്ന്, ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന്, ദൈവത്തിന്റെ നീതി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന് ഇന്ന് പറയുന്നവർക്ക് എന്നെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ ഒരു വഴികൾ കാണത്തില്ല, പക്ഷെ ദൈവത്തിന് പൊതുവഴികൾ തുറക്കാൻ പറ്റോ? ഈ നിർജ്ജന പ്രദേശത്ത് അരുവി തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നത്? സാഹചര്യം നോക്കിയാൽ ഇന്ന് പകൽക്കാലം പറയാം ഇതെല്ലാം ഒരു അത്ഭുതമായി മാറും. ഇത് പകൽക്കാലം പറഞ്ഞ കണ്ടതിനെ കണ്ടുകൊണ്ടിരിക്കാനല്ല, ദൈവം ചിലത് കാണിക്കുന്നുണ്ട്. എത്ര പേരാമി പറയുന്നത്? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്ത് നിലനിൽക്കുന്നവരായി മാറും. വാഗ്ദത്തങ്ങളെ കാണുന്നവരാണ്. പൗലോസിനോട് ദൈവം പറയുന്നു, കർത്താവ് പറയുക, പൗലോസേ നിന്നെ ഞാൻ കണ്ടോ റോമയിൽ കൊണ്ടുപോകും എന്റെ സാക്ഷ്യമായി. ഇന്ന് പൗലോസ് നിൽക്കുന്ന കയ്യിൽ അണലിയൊക്കെ കടിച്ചു തൂങ്ങിയാ നിൽക്കുന്നേ, പക്ഷെ ദൈവത്തിന്റെ നീതി അവിടെ എല്ലാം വെളിപ്പെടും. ഇന്നും ദൈവസഭയ്ക്കകത്ത് ഞാൻ പറയാം, ചില കഷ്ടതയിൽ കൂടെ നീ പോകുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ നീതി നിന്റെ മേൽ വെളിപ്പെടുമെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യും. ചില കഷ്ടതയിൽ കൂടെ നീ പോയാൽ ദൈവത്തിന്റെ നീതി നിന്റെ ഭവനത്തിൽ വെളിപ്പെടുമെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യും. ഞാൻ പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുമെന്നോട് ദൈവത്തിന് ആത്മാവിന്റെ ഇടപെടൽ വന്നിട്ടാണ് പറഞ്ഞത്, അമ്മി എന്റെ നീതി ഞാൻ അവന് ചെയ്തു കൊടുക്കുന്നു. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സെക്കൻഡ് ഞാൻ ആളെ വിളിച്ച് പറയുകയും ചെയ്തു, ദൈവത്തിന്റെ നീതി എന്നോട് ദൈവം ഇങ്ങനെ സംസാരിക്കുന്നു, എന്നോട് കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞ് ഞാൻ അന്നേരം വിളിക്കാൻ കാരണം ദൈവത്തിന്റെ നീതി. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ നീതി വരിക തന്നെ ചെയ്യും. പറയുന്നവർക്ക് കർത്താവിന്റെ സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന സമയമാണ്, ദൈവത്തിന്റെ നീതി വെളിപ്പെടുക തന്നെ ചെയ്യും. അവൻ ചില പ്രതിസന്ധി കൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവത്തിന്റെ നീതിക്ക് മാറ്റം വരത്തില്ല. എത്ര പേരാമി പറയുന്നുണ്ട്? ഇന്ന് പകലിൽ ദൈവത്തിന് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് ലഭിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ റെഡിയാണ്. അവൻ അതിന് മറുതലിപ്പില്ലാതെ, അതിനോട് ഇടങ്ങൂര് വെക്കാതെ ദൈവസന്നിധി വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ദൈവനെ കാണിച്ച വലിയൊരു അത്ഭുതമായിരുന്നു. അത് 5 വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചതാണ്. ആ പ്രവചനം അങ്ങനെ തന്നെ നിന്നതാണ്. ആ പ്രവചനത്തിൽ കൂടെ തന്നെ അവർ കടന്നുപോയത്. പക്ഷെ ചില സാഹചര്യങ്ങൾ ആ പ്രവചനം നിന്നുപോയി. മുന്നോട്ട് ചലിക്കപ്പെടാമെന്ന് ഏതാണ്ട് 3-4 വർഷത്തോളമായി ആ പ്രവചനം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ആ പ്രവചനം വീണ്ടും ദൈവം ഉണർത്താൻ പോവുക.
ആമി പറയുന്നുണ്ടോ? ആ ദൈവത്തിന്റെ നീതി അങ്ങനെ ബന്ധപ്പെട്ട് ഞാൻ ഈ വചനം എഴുതാൻ തന്നെ കാരണം ദൈവത്തിന്റെ നീതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരാമി പറയുന്നുണ്ട്. ദൈവത്തിന്റെ നീതി ദൈവ തലമുറകൾക്കകത്ത് വെളിപ്പെടും. ഇന്ന് കാണുന്ന സകലത്തിൽ നിന്നും ദൈവം വിടുവിക്കുമെന്ന് പറയുന്നവർക്ക് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ഈ കഷ്ടതയ്ക്ക് പുറത്ത് കൊണ്ടുവരുമെന്ന് പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ദൈവത്തിന്റെ നീതിയിലേക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചിലത് ഇന്ന് പകൽക്കാലം പറഞ്ഞു അണലി തീയിൽ വെന്തു പോയതുപോലെ ചില വിഷയങ്ങൾ വെന്തു പോകുന്ന ഒരു പകലാണ്. അവൻ നിനക്കെതിരായി നിൽക്കുന്ന ചിലത് ഇന്ന് പകലിൽ വഴിമാറാൻ പോകും. എത്ര പേര് ആമേ പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിന്റെ സ്വന്തം ഒരു വലിയ ബ്ലെസ്സിംഗിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ പോകും. ഒരു പ്രത്യേകമായ തലത്തിലേക്ക് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. എത്ര പേര് ആമേ പറയുന്നുണ്ട്? എത്ര പേര് വിശ്വസിന്ന് പറയുന്നത്? കണ്ണുകൾ അടച്ചെന്ന് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ പൗലോസിനോട് ദൈവം പറയുന്നു, നിന്നെ ഞാൻ റോമയിൽ എത്തിക്കും എന്ന് ക്രിസ്തുവിന്റെ സാക്ഷിയായി ദൈവം ഒരു വാഗ്ദത്തം പറയുന്നെങ്കിൽ അതിനിടയിൽ വരുന്ന സകല പ്രതിസന്ധികളെയും മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുന്ന പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തിറങ്ങുന്ന ദൈവത്തിന്റെ നീതിക്കകത്ത് നിലനിൽക്കുന്നവരായി മാറണം. ദൈവത്തിന്റെ നീതി നിന്നെ കഷ്ടതയിലാണെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരും. ഇന്ന് പകലും ഇതാണ് പരിശുദ്ധാത്മാ ശക്തി എന്ന് പറയുന്നത്. ആത്മാശക്തി എന്ന് പറയുമ്പോൾ ഇന്ന് പകലർത്ഥം ചില കണ്ണുനീരൊക്കെ കിടപ്പുണ്ടെങ്കിലും അതിനപ്പുറമേ ഇന്നെന്റെ കർത്താവ് ഇന്ന് പകൽ നിങ്ങളുടെ അകത്തുനിന്ന് നെഗറ്റീവായത് എന്ത് പറഞ്ഞാലും അതിനെ ക്യാൻസൽ ചെയ്തോളാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നെഗറ്റീവായി അനുഗ്രഹത്തിനെ തടയുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തെ ബോധൽക്കനാദര വൈദലവരവശത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ നീതിക്ക് എതിരായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് എതിരായി അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനെതിരായി ഞങ്ങളുടെ വായിൽ വന്ന സകല വാക്കുകളെയും കർത്താവെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തെ കർത്താവെ ഞങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പിശാചിന് ഞങ്ങൾ ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ എഫെസ്യർ 6:13 പറയുന്നത് പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അവന്റെ സാന്നിധ്യം മാത്രം മതി, അവന്റെ മഹത്വം മാത്രം മതി, അവന്റെ തേജസ് മാത്രം മതി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കോണം, ആത്മാവിന്റെ നിയോഗം വെളിപ്പെടുവാൻ തക്കോണം, ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ തക്കോണം ഇന്ന് പകലിൽ ആത്മനിറവിനകത്ത് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങളുടെ പേര് കർത്താവേ ചില പ്രതിസന്ധികൾ വരുമ്പോഴായിരിക്കും നമ്മൾ അതിന് ദൈവത്തിന്റെ ദൈവമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാൻ ഇടയാകും. അതിൽ ദൈവത്തെ ഇത് കണ്ടില്ലാന്ന് ചോദിക്കും. ഇന്ന് പകൽ ക്വസ്റ്റ്യൻ ഇല്ല, ആൻസർ വരാൻ പോവുക. അതിൽ നഷ്ടപ്പെട്ടതല്ല, ഇത് വരാൻ പോവുക, പുതിയത് വരാൻ പോവുക. ഇന്ന് പകൽ നഷ്ടപ്പെട്ടതിനെ അല്ല പറയുന്നത്, ഇന്ന് നിനക്കായി ദൈവത്തിന്റെ കാര്യത്തിൽ വെളിപ്പെടാൻ പോവുക. ദൈവം ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ ചെയ്യാൻ പോകുന്ന വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുക. ഇന്ന് പകൽക്കാലം വന്നതല്ല പറയുന്നത്, ദൈവം ചില കരുതലുകളെ എനിക്ക് വേണ്ടി ചെയ്തെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുക. കർത്താവിന്റെ ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവേ കർത്താവ് ചില പ്രവൃത്തികളെ ഇന്ന് ദൈവസഭയ്ക്കകത്ത് ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം പറഞ്ഞ നിങ്ങളുടെ വായിൽ ഒരു വാക്ക് പോലും ദൈവനാമത്തിനെതിരായി വരല്ലേ, ദൈവനാമത്തിന് എതിരായി വരല്ലേ. ചില കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടി വരും, ചില രോഗത്തിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും, ചില നിന്നയിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. മനുഷ്യൻ നിന്നെ നോക്കി പലതും ചോദിക്കും. പക്ഷെ അതിനപ്പുറേ ദൈവത്തിന്റെ നീതി നിന്റെ ഭവനത്തിലും നിന്റെ കുഞ്ഞുങ്ങളിലും വെളിപ്പെടുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വതന്ത്രയെ അത് ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നതിനാ ഞാൻ കർത്താവിനെ എത്ര വിശ്വാസത്തോടെ പറയും. അത് ദൈവത്തിന്റെ നീതിയാണ്, അത് വെളിപ്പെടും. അത് വെളിപ്പെടാതിരിക്കുന്നില്ല, ദൈവത്തിന്റെ നീതി വെളിപ്പെടും. അബ്രഹാമിന് വെളിപ്പെട്ടത് പത്രോസിന് വെളിപ്പെട്ടതുപോലെ ഇത് നിങ്ങൾക്ക് വെളിപ്പെടുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വതന്ത്രം ഇതെല്ലാം കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് വളരെ താങ്ക്യൂട് ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, എല്ലാ കണ്ണുകളടച്ച് ഒന്ന് നിശബ്ദരായി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പൗലോസ് ദൈവത്തിന് വേണ്ടി നിന്നവൻ, പൗലോസ് സകലത ഉപേക്ഷിച്ചവൻ. പൗലോസ് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ 7 തുറമുഖങ്ങളും അനേക കപ്പലുകളും ഉണ്ടായിരുന്നവൻ എല്ലാം ചവർന്ന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട്
ശീതകാലം വരുമ്പോൾ തീമോഥെയോസെ നീ ഒരു പുതപ്പ് എനിക്ക് കൊണ്ട് തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്ന പൗലോസിനെ നമ്മൾ കാണാം. പൗലോസ് പല കഷ്ടതയിൽ കൂടെ പോകുമ്പോഴും ദൈവത്തോട് ഒരു മറുപടി പോലും ഇല്ലാതെ ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുമ്പോൾ, ചില ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവസന്നിധി വിശ്വസ്തനായതിനുണ്ടോ? ദൈവത്തോട് നമ്മൾ മറുതലിപ്പ് പറയുന്നത് പിശാച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ യേശു കർത്താവ് പിതാവിന്റെ മുന്നിൽ വിശ്വസ്തനായിരുന്നതുപോലെ നമ്മൾ വിശ്വസ്തരാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് നിങ്ങൾ തന്നെ ശോധന ചെയ്തതാണ്. ഞാൻ എപ്പോഴും പറയുന്നു, എല്ലാ പാപത്തിനേക്കാളും വലിയ പാപം യേശു കർത്താവിനെ അവന്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാതിരിക്കുന്നതാണ്. ആത്മാവിനെതിരായി വ്യാജം പറയുന്നത് നമ്മുടെ നാവ് കൊണ്ട് അനുഗ്രഹവും നമ്മുടെ നാവിന്റെ ശാപവും വരുത്തരുത്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൽ തടയപ്പെട്ടു പോയത് നമ്മൾ തന്നെയായിരിക്കണം. ദൈവം നമ്മുടെ മേൽ വാഗ്ദത്തം വിട്ടു. ഒരു മനുഷ്യൻ ദൈവം വിളിക്കുമ്പോൾ വാഗ്ദത്തം വിട്ടു. ആ വാഗ്ദത്ത പ്രകാരം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ ചില പരീക്ഷകൾ കൂടെ കടന്നു പോകേണ്ടി വരാം, ചില കഷ്ടതയിൽ കൂടെ പോകേണ്ടി വരാം, ചില നിന്ദയിൽ കൂടെ കടന്നു വരാം. പക്ഷെ നിനക്ക് വേണ്ടിയുള്ള കരുതൽ വലുതാണ്. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ വലുതാണ്. എത്ര പേര് അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും? നിന്റെ പേര് നിന്റെ തലമുറയുടെ പേരുള്ളത് ഒരു വലുതാണെന്ന് പറയുന്നവർക്ക് ഞങ്ങൾ അവനെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഇന്നും പറയുന്നു, പ്രിയമുള്ളവരിൽ ലഭിക്കപ്പെട്ടതിനെ, ആ താരത്തിനെ കളയല്ല. അതൊരിക്കലും മണ്ണിൽ ഒഴിച്ചു മൂടപ്പെടല്ല. നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നുന്നൊരു വചനം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങൾ കർത്താവിന് പ്രാപിക്കുന്നതാണ്. നിങ്ങൾ കർത്താവിന് അനുഗ്രഹിക്കപ്പെടുന്നതാണ്. നിങ്ങൾ ഒത്തിരി നിങ്ങളെ പറഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ പോകും. പക്ഷെ നാളെ നിങ്ങൾ സങ്കടപ്പെടും. ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ടായിരിക്കാം നമ്മുടെ വാതിൽ തുറക്കാതിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കണ്ണുനീരുകൾ പിടിച്ചവരായിരിക്കാം, ഒരുപാട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായിരിക്കാം. പക്ഷെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല എങ്കിൽ എവിടെ ഒരു തിരിച്ചറിവുണ്ടാകണം. ഇതെല്ലാം വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ അതിനപ്പുറം നിന്നൊരു വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം. ദൈവം പറഞ്ഞത് ഉയരപ്പെട്ട ഒരു നല്ല തലത്തിൽ നിന്നെ ദൈവം എത്തിക്കുമെന്നാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് നീ വിശ്വസിക്കണം. ഇന്ന് കാണുന്ന വഴികളൊന്നുമല്ല പ്രിയമുള്ളവരെ. ഇന്ന് കാണുന്നതിനൊക്കെ അപ്പുറം കർത്താവിന്റെ കരുതലിനെ വെളിപ്പെടുത്തണം. കഷ്ടതയും കൂടെ പട്ടിണിയും കൂടെ ഒക്കെ വരുമ്പോഴും ദൈവം എന്നോട് പറഞ്ഞതിനെ ഓർക്കണം. അതാ പൗലോസ് ധൈര്യത്തോടെ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരനർത്ഥവും വരത്തില്ല, എൻ്റെ ഉടയവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന പൗലോസ് പറയുന്നത്, ചെറിയ നിസ്സാരമായൊരു കാര്യത്തിൽ, ചെറിയൊരു വിഷയത്തിന് മുകളിലായിരിക്കും ദൈവവുമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ കളയുന്നത്. അനേകം ശാപത്തിൽ വീഴപ്പെടുകയാണ്. വിശ്വാസത്തെ പുറത്തോട്ട് എറിഞ്ഞിട്ട് ചിലർ മാറിപ്പോയൊരു മുഴുവൻ ശാപത്തിൽ പോവുക. എന്ത് കഷ്ടത വന്നാലും ഏതെല്ലാം വന്നാലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്നവർക്ക് എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നിന്നേക്കാൾ കഴിവില്ലാത്ത പലരും ചവിട്ടിക്കേറി പോകുമ്പോൾ നീ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു, ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുക. എനിക്കുള്ള വാഗ്ദത്തമുണ്ട്. നിന്റെ മുന്നിട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ടോ? അത് 7 വൻകരകളിൽ അറിയുമെന്ന് നിന്നെക്കുറിച്ചുള്ള വാർത്തകൾ അത് വന്ന് ചേരുക തന്നെ. നീ ഇത് 7 വൻകരകളിൽ അറിയത്തപ്പെടുത്തരുത്. ദൈവം തമ്മിൽ നിന്നെ മാറ്റം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കണം. ഹല്ലേലൂയ.
ഇത് പകലറിയോ? ആമി സകലത്തിന്റെ ഉടയവനായ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് അവന് വേണ്ടി കാര്യവിചാരകനാകാനാണെങ്കിൽ ദൈവം നിന്റെ മേൽ സംഭവിക്കും. ആമി ദൈവത്തിനൊരു നീതിയുടെ മകളായി ദൈവത്തിന് ആ നീതിക്കകത്ത് നിൽക്കണം. ഹല്ലേലൂയ. ഇതൊരു സംഘടനയായി പോവല്ലേ, ഇത് ആത്മാവിന്റെ കൂടെയായി മാറണം. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞോലെ അവർ കെട്ടിച്ചും ആമേൻ ആഘോഷങ്ങൾ നടത്തി പോകുന്നു. ആ കൂട്ടമാകരുത്. നമ്മൾ വാഗ്ദത്തം പ്രാപിക്കുന്നവരായി മാറണം. നമ്മൾ വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നവരായി മാറണം എന്ന് ഞാൻ പറയുന്നു. ദൈവാത്മാവിന്റെ ഇടപെടൽ ഞാൻ ഇപ്പോഴും എൻ്റെ അകത്ത് നിൽക്കുന്നത് നിങ്ങളുടെ അകത്തുനിന്ന് വന്ന ഏത് നെഗറ്റീവിനെ ഇന്ന് പകരം ക്യാൻസൽ ചെയ്യണം. ഏത് നെഗറ്റീവിനെ അനുഗ്രഹത്തെ തടയാതിരിക്കുന്നത് ഇത് പിശാച് നിങ്ങളുടെ മേൽ ശ്രമിച്ചതാണ്. ഹല്ലേലൂയ. പൗലോസ് മറതലിപ്പില്ലാതെ ദൈവസന്നിധി മുഴങ്കാലും അടക്കിയ പോലെ ഇന്ന് നിങ്ങൾ നടക്കുന്നവരായി മാറും. ദൈവസന്നിധി എന്തെല്ലാം വരട്ടെ, അതിനപ്പുറം ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. കഷ്ടത വരട്ടെ, ചിലതെല്ലാം നഷ്ടപ്പെട്ടെന്ന് വരാം, പക്ഷെ ദൈവത്തിൻ്റെ നീതിയുണ്ട്. ആമേൻ. നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠതയേറിയത് ദൈവം നിനക്ക് തരുമെന്ന് വിശ്വസിക്കാൻ റെഡിയായാൽ മതി. നിനക്ക് നഷ്ടപ്പെട്ട വലിയ സങ്കടമായിരിക്കാം, മനുഷ്യൻ നമ്മളെ ചിലപ്പോൾ നിന്ദിതനായി പോകാം. പക്ഷെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഒരു ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ മനസ്സിൽ നിരൂപിക്കാത്തതുമാണെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്തി രണ്ടുപേരെന്ന് പ്രാർത്ഥിച്ചത് രണ്ടുപേരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ നീതി വെളിപ്പെടുവാൻ എന്ന് പ്രാർത്ഥിച്ച്